എങ്ങനെയായിരുന്നു ഗൗരിയുടെ ഒരു കുട്ടിക്കാലവും ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടിക്കാലമായിരുന്നു. ഞാൻ ലോൺലി എന്ന് പറയില്ല, ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടിക്കാലമായിരുന്നു. എനിക്കൊന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സേഫായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇമോഷണൽ സേഫ്റ്റി ഈസ് എ മെയിൻ തിങ്, റൈറ്റ്? എനിക്കെപ്പോഴും ഒറ്റയ്ക്ക് ഒരാളുടെ കൂടെ മാത്രമൊക്കെ ഇരിക്കുമ്പോഴാണ് ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഗ്രാൻഡ് പാരൻസും എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് അവരൊക്കെ ഭയങ്കര മേജർ റോള് വഹിച്ചിട്ടുണ്ട്. അപ്പം കുറേ വയസ്സായ ആളുകളുടെ കൂടെയാണ് എൻ്റെ കുറേ കുട്ടിക്കാലം പോയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം യൂഷ്വലി കുട്ടികൾ ഗ്രാൻഡ് പാരൻസിനുള്ള വീടുകളിൽ പോയി നിൽക്കുന്നത് അവരുടെ കസിൻസ് ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ കസിൻസ് ഉള്ളപ്പോഴേക്കാളും കൂടുതൽ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയും വയസ്സായ ആളുകളുടെ കൂടെ പോയി നിന്നിട്ടുള്ളത് അവരും ഞാനും മാത്രമുള്ളപ്പോഴാണ് കൂടുതൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വളരെ ശാന്തമായിട്ട് പോയി അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു കൂടുതൽ എന്നെനിക്ക് തോന്നുന്നു. വളരെ ചെറുപ്പം തൊട്ടേ കൂടെ കൂട്ടിയതാണ് സംഗീതത്തെ, അല്ലേ? അപ്പം ഇത്ര നന്നായിട്ട് പാടുന്ന ഒരാൾ എങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ BA മ്യൂസിക്കാണ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയും, വീട്ടിൽ നിന്ന് സപ്പോർട്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു പ്രതികരണമൊക്കെ? എനിക്ക് +1 +2 ഒക്കെ ആയപ്പോഴേക്കും കാസ്നോവയുടെ കോൺവെർസേഷനൊക്കെ വളരെ സീരിയസ് ആയിട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട്. മീഡിയയിലൊക്കെ പടം വരാൻ പോകുന്നു. അപ്പം +2 കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്രത്യേകിച്ച് വേറെ ഇഷ്ടമുള്ള ടോപ്പിക്, അങ്ങനെ ഭയങ്കര താല്പര്യമുള്ള ടോപ്പിക്കൊന്നും ഇല്ല. പാട്ടൊക്കെ പാടുന്നുണ്ട്, എന്നെങ്കിൽ പിന്നെ BA മ്യൂസിക് എടുക്കാമെന്നുള്ളൊരു കോമൺ കോൺവെർസേഷനിലോട്ട് വന്നിട്ട് അതങ്ങനെ അങ്ങ് പോയതാണ്. അങ്ങനെ ഭയങ്കര പ്ലാനിങ്ങിൽ BA മ്യൂസിക്കിൽ പോയതല്ല. ഇതാകുമ്പോൾ ഇതെങ്കിലും ഇതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്തു പോകുന്ന പണിയാണല്ലോ, എന്നെങ്കിൽ പിന്നെ BA മ്യൂസിക് എടുക്കാം. അങ്ങനെ ശരിക്കും അത്ര ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത്ര പണിയില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണോ പാട്ട്? പാട്ട് പണിയില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ ആർട്ടിൽ ഡിഗ്രി എന്നുള്ളൊരു സംഭവം വരുമ്പോൾ എനിക്കിപ്പോഴും അതിൻ്റെ കറക്റ്റ് പരിപാടി മനസ്സിലായിട്ടില്ല. അതൊന്നും നമ്മളൊരു വളരെ ബോക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു 3 വർഷം കൊണ്ട് നിങ്ങൾ എങ്ങനെ ഒരാളെ ഒരു കോളേജിൽ പോയിരുന്ന ഒരാളെ മ്യൂസീഷ്യൻ ആക്കാൻ പറ്റുക? ഇപ്പം നമ്മൾ ജോബ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇഫ് യു വോണ്ട് ടു ബി, ഇപ്പം നമുക്ക് പഠിപ്പിക്കണം എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊരു ജോലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഹെൽപ്സ്, നമുക്ക് ബേസിക്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അതല്ലാണ്ടൊരു മ്യൂസീഷ്യൻ എന്നുള്ള വാക്ക് എടുക്കുമ്പം ഐ തിങ്ക് അത് ഒരു 3 വർഷം കൊണ്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. എന്നിട്ടും ഇങ്ങനെ തോട്ടുള്ള ഒരാൾ വീണ്ടും MA മ്യൂസിക്കിൽ തന്നെ പോയി, അത് ഈ പറഞ്ഞ പോലെ BA എടുത്താണെങ്കിൽ പിന്നെ MA. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇളയരാജ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് കർണാട്ടിക് മ്യൂസിക്കിൽ ബേസ് ഉള്ളവർക്കാണ് നന്നായി പാടാൻ കഴിയും, അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഗൗരി? അങ്ങനെ അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇറ്റ് ഹെൽപ്സ് ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ഫോമിൽ അതിൻ്റെ ഉള്ളിലൊരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ. നമ്മളൊരു ഫോം ഓഫ് മ്യൂസിക് പഠിക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് എന്ത് പഠിക്കുകയാണെങ്കിലും പഠനം എന്നുള്ളത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണെങ്കിലും. അപ്പം ആ പഠനം ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്റ്റൈലിലോട്ടും നമ്മൾ പാടുന്ന രീതിയിലോട്ടും നമ്മുടെ മ്യൂസിക്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും എല്ലാം ഒരുപാട് അവിടുന്ന് കുറേ കോൺട്രിബ്യൂഷൻ കിട്ടും. പക്ഷെ അതുണ്ടെങ്കിലേ നിങ്ങൾ പാട്ടുകാരി ആവുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്കതിൽ വലിയ വിശ്വാസമില്ല.